ആരെന്ന് തിരിച്ചറിയുക. അപ്പോൾ സൂചനകൾ മാത്രം നമ്മൾ വ്യക്തിയെ കണ്ടെത്തുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കഥാവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആൻസർ വന്നത് വി പി മേനോൻ. ഈ വി പി മേനോനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ അവസാന വൈസ്രോയിയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു വി പി മേനോൻ. ഇന്ത്യയുടെ അവസാന വൈസ്രോയിയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവാണ് വി പി മേനോൻ. ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ മൗണ്ട് ബാറ്റൻ, നെഹ്റു, പട്ടേൽ എന്നിവരോട് ശുപാർശ ചെയ്ത വ്യക്തിയാണ് വി പി മേനോൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വേറിട്ടൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ മൗണ്ട് ബാറ്റൻ, നെഹ്റു, പട്ടേൽ എന്നിവരോട് ശുപാർശ ചെയ്ത വ്യക്തിയാണ് വി പി മേനോൻ. മൗണ്ട് ബാറ്റൻ പദ്ധതിക്ക് അവസാന രൂപം നൽകിയതും ഇദ്ദേഹമാണ്. രജപുത്താന, അതായത് രാജസ്ഥാനിലെ രജപുത്താന, കശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് തുടങ്ങിയ നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചു. രജപുത്താന രാജസ്ഥാനിലെ, കശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് തുടങ്ങിയ നിരവധി നാട്ടുരാജ്യങ്ങളെ